ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ മധുരയ്ക്ക് പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പോകുന്നത് കോട്ടയം വഴി കൊല്ലം ചെന്നിട്ട് പുനലൂർ സെങ്കോട്ടെ ആ റൂട്ട് വഴിയാണ്. കാണുന്ന കാഴ്ചകൾ വളരെ ഒരു ഹൈ റേഞ്ചിൽ പോയൊരു ഫീലിങ്സാണ് നമുക്ക് തരുന്നത്. നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഈ വീഡിയോയിൽ കാണാം. ഒരു നല്ല യാത്രയാണ് ഇതിൽ പ്രദാനം ചെയ്യുന്നത്. ഫുള്ള് കർവുകൾ. വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്കിരുന്ന ഫ്രണ്ട് പോർഷൻ, വണ്ടിയുടെ ബാക്ക് എഞ്ചിനൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം. ഓരോ കർവെത്തുമ്പോഴും വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഒരു സൈഡ് ഫുള്ള് മലയുടെ ഒരു ഇതും, ഇങ്ങേ സൈഡിൽ നല്ല ഒരു കൊക്കയുടെ ഒരു ഫീലിങ്സും നമുക്ക് യാത്ര തരുന്നത്. ഏകദേശം പുനലൂർ കഴിഞ്ഞിട്ട് ഫുള്ള് ഈ കയറ്റം ഇറക്കുക, അതുകൊണ്ട് ഫുള്ള് കർവുകൾ തന്നെ. നല്ലൊരു യാത്ര, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നല്ലൊരു യാത്ര തന്നെയായിരുന്നു നമുക്ക് ഇത് പ്രദാനം ചെയ്തിരുന്നത്. ഒരുപാട് തുരങ്കങ്ങളുണ്ട്, ഏകദേശം 4 തുരങ്കങ്ങളുണ്ട്. ആര്യങ്കാവ് കഴിഞ്ഞിട്ടുള്ളൊരു വലിയ തുരങ്കം, ഒരുപാട് നേരെ നിൽക്കുന്ന ഒരു തുരങ്കമാണ്. എപ്പോഴും നല്ലൊരു ഹൈ റേഞ്ച് വ്യൂ തന്നെയാണ് കാണിക്കുന്നത്. ഏറ്റവും അടുത്ത് തന്നെ റോഡും റെയിൽപ്പാതയും തമ്മിൽ അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ താഴെ കാണുന്നതാണ് 13 കണ്ണറപ്പാലം. ബ്രിട്ടീഷുകാർ പണിത ഏറ്റവും പഴക്കം ചെന്നൊരു പാലമാണ് 13 കണ്ണറപ്പാലം. അതൊക്കെ നമുക്ക് ട്രെയിനിൽ നിന്ന് തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. പിന്നെന്താ, ആലപ്പുഴയിൽ നിന്ന് നമുക്ക് കൊല്ലം കായംകുളം എത്തിയിട്ടാണ് നമ്മൾ ഈ വണ്ടി കയറിയിരിക്കുന്നത്. എന്താ വെച്ചാൽ കോട്ടയം വഴിയാണ് വരുന്നത്. ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ്. രാവിലെ 5:50 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പക്ഷേ എറണാകുളം കഴിഞ്ഞ് കോട്ടയം വഴിയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ടൗണും എല്ലാം കൂടെ ഒരു ട്രെയിൻ എല്ലാം കൂടെ അടുത്തടുത്ത് തന്നെ പോകുന്നൊരു ഏരിയയാണ്. ഒരു പുഴ അടുത്തുകൂടെ തന്നെ ഒഴുകുന്നുണ്ട്. മലനിരകളും നല്ല കാഴ്ചകളൊക്കെ തന്നെയാണ്. ഈ കാണുന്നതാണ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ റെയിൽവേ സ്റ്റേഷനാണ്. നല്ലൊരു ഹൈ റേഞ്ച് വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഇവിടുത്തേത്. ഇത് കഴിഞ്ഞെല്ലാം നല്ല ഹൈ റേഞ്ച് വ്യൂ തന്നെ നമുക്ക് ഈ യാത്രയിൽ കിട്ടുന്നത്. ഭംഗിയുള്ള സ്ഥലങ്ങൾ, മലകൾ, ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മലകൾ തന്നെയാണ് ഒരുപാട് ഈ ദൂരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം വണ്ടി ഒരു 35 ആ റേഞ്ചിലൊക്കെ, കോഷനില്ല 35 റേഞ്ചിലൊക്കെ വണ്ടി സ്പീഡുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ എല്ലാം ട്രെയിനിൽ നിന്ന് എടുത്ത് തന്നെയാണ്. എന്നെക്കാളും ഏറെ അടുത്ത ബോഗിയിൽ ഫ്രണ്ടിലിരിക്കുന്ന ഹിന്ദിക്കാരൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിള്ളേർ കയറിയപ്പോൾ തൊട്ട് സ്നാപ്സ് എടുത്തിരിക്കും. ഇങ്ങനെ അതുപോലത്തെ വ്യൂ ആണ് നമുക്കിത് കിട്ടുന്നത്. നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ ഒരുപാട് നല്ല കാറ്റ്, വണ്ടി ഇങ്ങനെ സ്ലോ ആകുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. കുറേ അങ്ങനെയൊന്ന് സെങ്കോട്ടയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത്. പിന്നെ ഓരോരോ കൃഷി സ്ഥലങ്ങൾ, മലനിരകൾ എല്ലാം കൂടെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. വഴിയരികിൽ മുഴുവൻ കണിക്കൊന്നകൾ പൂത്ത് ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഈ ടൈമിൽ ഫുള്ള് കണിക്കൊന്നകൾ പൂത്ത് നിൽക്കുക, സൈഡിൽ ഫുള്ള്. ഇത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, നോക്കണേ. നല്ല കാറ്റാണ്, പറയാൻ പറ്റാത്ത രീതിയിൽ. ഇവിടുത്തെ നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞിട്ട് നല്ലൊരു തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്. നമ്മുടെ ഇവിടെ ഒരു മഴക്കോള്, കാറ് അങ്ങനത്തെ ഇതിലൊക്കെയായിരുന്നു. പക്ഷെ നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞപ്പോൾ തെളിഞ്ഞ ആകാശം, നല്ല ഇതായിരുന്നു. ഫുള്ളൊരു ട്രെയിൻ യാത്ര നമ്മളൊരു ഹൈ റേഞ്ച് പോകുന്നൊരു സാധാ ഇതിൽ സ്പീഡും കുറവാണ്. അപ്പോൾ നമുക്കെല്ലാം വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് പറ്റി. കാറ്റുണ്ട്, നല്ല ശക്തമായിട്ടുള്ള കാറ്റ് തന്നെയാണ്. അതുകൊണ്ട് വലുതായിട്ട് ചൂടൊന്നും അറിയില്ല. ഇത് തമിഴ്നാടിൻ്റെ സ്റ്റേഷൻസാണ്. നമ്മുടെ കേരളത്തിനേക്കാളൊക്കെ നല്ല
നീറ്റ് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് അവരെല്ലാ എത്തിയുടെ ചെറിയ സ്റ്റേഷനാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ വ്യൂ പക്ക അടിപൊളി വ്യൂ ആണ് ഇവിടെ ഈ സ്റ്റേഷനിൽ നിന്നുള്ളത്. അടുത്ത ചെങ്കോട്ടയായിരുന്നു. ചെങ്കോട്ടയിൽ കഴിഞ്ഞ ഇങ്ങനെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ, മാന്തോപ്പുകളും ഓരോരോ കൃഷി സ്ഥലങ്ങളുമാണ്. അത് കഴിഞ്ഞ് ശിവകാശിയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് പടക്കത്തിൻ്റെയൊക്കെ സ്ഥലമല്ലേ, അത് കഴിഞ്ഞ് അവിടെ ഈ വൈകുന്നേര സമയങ്ങളിൽ പടക്കങ്ങൾ കത്തിക്കാറുണ്ട് ഇതുപോലെ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ടൈമിൽ അതിന് മുന്നേ നമ്മളവിടെ പാസ് ചെയ്തു. പിന്നെ വീടുകളൊക്കെ ഒരുപാടാകാൻ തുടങ്ങി. ഇതുവരെ വീടുകളൊന്നും നമ്മൾ സൈഡിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് ശിവകാശി കഴിഞ്ഞ് പിന്നെ ഒരു ടൗണിൻ്റെ ഒരു വിധം വണ്ടി വന്നപ്പോൾ അതൊക്കെ സ്പീഡാകാനും തുടങ്ങി. ശ്രീവള്ളിപുത്തൂർ അടുത്ത സ്റ്റേഷനാണ്. ഈ